വെൽക്കം ബാക്ക് ടു KL42 റൈഡേഴ്സ് കോർണർ. അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട് ഇന്നിപ്പോൾ വന്നേക്കണത് നമുക്ക് ബൈക്കിൻ്റെ ഓയിൽ ചേഞ്ചാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബൈക്ക് സുസുക്കിയുടെ GS150R എന്നുള്ള ഒരു ലെജൻഡറി ബൈക്കാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും ബൈക്ക് ഏതാണെന്ന്, കാരണം അത്ര പോപ്പുലർ അല്ല, പക്ഷേ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ബൈക്ക് ഇപ്പോൾ റൺ ചെയ്തേക്കണ കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വളരെ കൂടിയ കിലോമീറ്റർ ഓടിയേക്കണത്. അത്രയൊന്നും ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. വേറൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ എൻജിൻ ഇതുവരെ ഓപ്പൺ ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം അതിന് കറക്റ്റായിട്ട് ഫസ്റ്റ് ഓണർ തൊട്ട് ഇപ്പോൾ എൻ്റെ കിട്ടിയപ്പോൾ വരെ ഓയിൽ ചേഞ്ച് എന്നുള്ളത് പക്കയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വേറെ പാർട്സും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ക്ലച്ച് മാറിയിട്ടുണ്ട്, അല്ലാതെ എൻജിൻ വർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഓയിൽ ചേഞ്ചിലേക്ക് പോകാം. ഈ വാഹനം ഇപ്പോൾ 2679 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതായത് പീരിയോഡിക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. നമുക്ക് നേരെ ഓയിൽ ചേഞ്ചിലേക്ക് പോകാം. ഇത് കുറച്ച് സ്പീഡായിട്ടുള്ളൊരു ഓയിൽ ചേഞ്ച് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എനിക്ക് കാണാവുന്നതാണ് 16ൻ്റെ ഒരു റിംഗ് സ്പാനർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓയിൽ ഡ്രെയിനിട്ട് വന്നത് ആദ്യമാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഏകദേശം 2500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മുടെ എൻജിൻ്റെ അതൊക്കെ അത്യാവശ്യം നീറ്റും ക്ലീൻ ആയിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ സുസുക്കി GS-ൻ്റെ തന്നെ ഓയിൽ ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നേരെ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത നേരം കൊണ്ട് എന്തായാലും ഓയിലും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. വളരെ കുറച്ച് ഓയിൽ മാത്രമേ പോയിട്ടുണ്ടാവാൻ കഴിയുള്ളൂ. നേരെ ഡ്രൈനിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. തുടച്ചിട്ട് നമ്മൾ ഊരിയതുപോലെ ഓപ്പോസിറ്റ് തിരിച്ച് വെച്ചാൽ മതി. നമുക്ക് ഓയിൽ ലെവൽ കാര്യമായിട്ട് കുറവൊന്നുമില്ല, കാരണം കുറച്ചധികം ഇവിടെ നിലത്ത് പോയി. നമുക്ക് ഇതിൻ്റെ ഓയിൽ ലെവൽ വന്നത് 1 ലിറ്ററാണ്. അപ്പോൾ ഞാനിതിൽ ഒഴിക്കണത് ഷെല്ലിൻ്റെ ഓയിലാണ് കേട്ടോ. ഷെല്ലിൻ്റെ 20WD-40 ആണ്. മിനറൽ ഓയിലാണ്, സിന്തറ്റിക് അല്ല. അതാകുമ്പോൾ 2500-3000 മാക്സിമം ഓടിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നേരെ നമുക്ക് ഓയിൽ ഒഴിക്കാം. നമ്മളിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഓയിൽ ക്യാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന സംഭവം. വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് സെറ്റാവും.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ കറക്റ്റ് ഓയിൽ ചേഞ്ച് ആണെങ്കിൽ നമുക്ക് ഒരു മിറാക്കിൾ ഉണ്ടാവും വണ്ടിയിൽ. അതിപ്പോൾ കാണിച്ചു തരാം. ഇത് ട്രിപ്പാണ്. ഓക്കെ, ഷെയ്ഡ് അടിച്ചിട്ടായിരിക്കും. നമ്മുടെ വണ്ടി ഇപ്പോൾ 1,97,558 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഈ ഓടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 വർഷം കൊണ്ടാണ് ഈ വാഹനം ഇപ്പോൾ ഓടിയേക്കണത്. ഈ 16 വർഷമായിട്ടും ഈ വാഹനത്തിൻ്റെ എൻജിൻ ഇതുവരെയും യാതൊരു വർക്കും ചെയ്തിട്ടില്ല. ക്ലച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളും പ്രോപ്പറായിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ബൈക്കിൻ്റെ എൻജിൻ ലൈഫ് നല്ലപോലെ കിട്ടും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.